നമസ്കാരം, വെൽക്കം ടു സിംപ്ലി ശ്രീ. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം കോട്ടൂരിലെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ്. ഓക്കെ, നിങ്ങൾ വന്ന് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക. ഓക്കെ, 50 rupees ആണ് ചാർജ് ചെയ്യുന്നത് പെർ പേഴ്സൺ. നിങ്ങൾ ഇവിടെ വരുമ്പോഴാണ് ഈ വനശ്രീയുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വന്നപ്പോ ആദ്യം ഒരു കുഞ്ഞൻ ആനയാണ് കാണുന്നത്. ഇതാ കണ്ടോളൂ. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് 11 വയസ്സുള്ള രാജയാണ്, കുട്ടിക്കൊമ്പനാണ്. ഇപ്പൊ കാണാൻ പോകുന്നത് 8 വയസ്സുള്ള മനുവിനെയാണ്. ഭയങ്കര വികൃതിയാണ് ആശൻ. മനു മനു നോക്കൂ നോക്കൂ, ആ വിദ്വാമാഷ പറഞ്ഞിരുന്ന പോലെ പറയൂ. വായ മൂടെന്ന് പറഞ്ഞ ആന എങ്ങനെ വാ മൂടി നിന്നാ പിന്നെ ഡോക്ടറെ വിളിക്കാൻ നടക്കണ്ടേ? ഒത്തിരി വികൃതി കാട്ടുന്നുണ്ട്, കണ്ടില്ലേ? മനു എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഗൈസ്. എനിക്കൊരു സലാമൊക്കെ വെച്ചിട്ടുണ്ട് മനു. മനു മനു ഒന്നുകൂടെ പൊക്കിയ തുമ്പിക്കേ, ഒന്നുകൂടെ പൊക്കിയേ. ആ, താങ്ക് യു. ആനകൾക്ക് കഴിക്കാനുള്ള എല്ലാ പ്ലാവലയും പിന്നെ നമ്മുടെ ആനയ്ക്ക് ഇഷ്ടമുള്ള പട്ടയും ഒക്കെ ഇവിടെ ഉണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു കുഞ്ഞി കൊമ്പനാണ് നമ്മൾ കാണുന്നത്. കൊമ്പനല്ല, പിടിയാണ്. ഈ മരത്തിന്റെ ഇടയിൽ ഒരാൾ ഒളിച്ചു നിൽപ്പുണ്ട്. നമ്മുടെ കൂടെ ഇപ്പൊ സുഗന്ധി ചേച്ചിയുണ്ട്. സുഗന്ധി ചേച്ചിയാണ് ഇവിടെ ആനയൊക്കെ പരിപാലിക്കുന്നത്. പാപ്പന്മാരുണ്ടെങ്കിലും ഈ ആനയുടെ ബാക്കി ഡീറ്റെയിൽസും പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സുഗന്ധി ചേച്ചിയാണ്. അപ്പൊ ചേച്ചി, ഇത് എത്ര വയസ്സുള്ള ആനയാണ്? 8 വയസ്സുള്ള മനു. ഓക്കെ. ആ താഴെഭാഗത്തായിട്ട് കാണുന്നത് റാണ, 12 വയസ്സ്. 12 വയസ്സ്. ഈ വശത്തായിട്ട് കാണുന്നത് ഫ്രണ്ടിൽ നിൽക്കുന്ന ആനയുടെ പേര് ആരണ്യ. 4 വയസ്സ്. മായ 7 വയസ്സ്. പൂർണ്ണ 8 വയസ്സ്. മായ 7 വയസ്സ്, പൂർണ്ണ 8 വയസ്സ് അല്ലേ? മൊത്തം എത്ര ആനകളാണ് ഇവിടെ ഉള്ളത്? 13 ആനയുണ്ട്. ബാക്കി ആനകളെല്ലാം വലിയ ആനകളും ബോട്ടിംഗ് ഒക്കെ താഴെയാണ്. ഏഷ്യയിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ ആനയുണ്ട്, സോമൻ എന്നാണ് പേര്. 85 വയസ്സുണ്ട്. 85 വയസ്സ്. കൊമ്പനല്ലേ? കൊമ്പനാണ്. അത് ബോട്ടിംഗ് പാർക്കിംഗ് സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് കാണാം. ബോട്ടിങ്ങിന് എങ്ങനെയൊക്കെ ചാർജ് ചെയ്യുന്നത്? ബോട്ടിങ്ങിന് കൊട്ടവഞ്ചിക്ക് 400 രൂപ, 4 പേരും ഒരു കുഞ്ഞുമാണ്. പെഡൽ ബോട്ട് ഒരു സീറ്റിന് 50 രൂപയാണ്. ഒരു 50 രൂപ. എങ്ങനെയാണ് അത്? കൊട്ടവഞ്ചിയാണെങ്കിൽ ഞങ്ങൾക്ക് ഡ്രൈവർ കൂടെ ഉണ്ടാവും. പെഡലാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പെഡൽ ചെയ്യണം. ഓക്കെ. കൊട്ടവഞ്ചി ഒരു ഫാമിലിക്ക് 400 രൂപ അല്ലേ? അത് എത്ര മണിക്കൂർ? ഒരാളായാലും 400 രൂപ. എത്ര മണിക്കൂറാണ്? അരമണിക്കൂർ. അത് ആനകളെ എന്തെങ്കിലും കാണാൻ പറ്റുമോ അതോ ജസ്റ്റ് ഒരു ഇങ്ങനെ പോകാൻ ലക്കിയിലാണെങ്കിൽ എന്തെങ്കിലും ഞങ്ങളെ കാണാൻ പറ്റും, അല്ലാതെ പ്രതീക്ഷയോടെ പോകാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഒത്തിരി സന്തോഷം സുഗന്ധി ചേച്ചി, താങ്ക് യു. നമ്മുടെ സുഗന്ധി ചേച്ചി പറഞ്ഞതാണ്, ആളിത്തിരി വികൃതി എന്നാണ് സുഗന്ധി ചേച്ചി പറഞ്ഞിരിക്കുന്നത്.
ആശാൻ കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്. ഹരികൃഷ്ണ ആനയുടെ പാപ്പാനുണ്ട്. ചേട്ടന്റെ പേര് അനീഷ് എന്നാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഹരികൃഷ്ണൻ ആനയെ പരിപാലിക്കുന്നതും അദ്ദേഹത്തിന്റെ ഒന്നാം പാപ്പാനും. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ചോദിക്കാം അനീഷ് ചേട്ടനോട്. എങ്ങനെയാണ് ചേട്ടാ ആനയെ എങ്ങനെയൊക്കെ പരിപാലിക്കുന്നത്? രാവിലെ ആനയെ നമ്മള് കഴുകുക, നടത്തിക്കുക, കഴുകുക, ചോറ് കൊടുക്കുക, പിന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ കാണാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിർത്തി വൈകിട്ടും ചോറ് കൊടുക്കുക, കഴുകുക, ആനയെ തണുപ്പിക്കുക, കൊണ്ട് കിട്ടും. അത് തന്നെ ഒരു ഈ കുളിയും ഇത് രാവിലെ വൈകിട്ടുണ്ട് 9 മണി തൊട്ട് 10 മണി വരെ കുളിക്കുന്ന സമയം. 10 മണിക്ക് ചോറ് കഴിക്കുന്നത്, ചോറ് കൊടുക്കുന്ന ആനയ്ക്ക് ചോറ് കൊടുക്കുന്ന സമയം. പിന്നെ വൈകിട്ട് 3 മണി 3:30 ആകുമ്പോൾ വെള്ളത്തിൽ കൊണ്ട് കഴുകുക, ഒന്ന് തണുപ്പിക്കുക, ആനയെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കും. 5 മണിയാകുമ്പോൾ പരിപാടി കഴിയും. നമ്മുടെ ഇവിടെ രാജേന്റെ പാപ്പാൻ ഇവിടെ ഉണ്ട്. ചേട്ടന്റെ പേരെന്താണ്? ശ്രീജിത്ത്. ശ്രീജിത്താണ് ചേട്ടന്റെ പേര്. ഇവർ രണ്ടുമാണ്. ഇത് ഒന്നാം പാപ്പാൻ. ചേട്ടന്റെ പേര് കിഷോർ ഏട്ടനാണ് ഒന്നാം പാപ്പാൻ. ശ്രീജിത്ത് രണ്ടാം പാപ്പാനാണ്. അപ്പോ രാജ എങ്ങനെയാണ്? നമ്മൾ കണ്ടപ്പോ തന്നെ ഇത്തിരി കുറുമ്പ് കൂടുതലാണെന്ന് തോന്നുന്നു. ആനയെ ഇപ്പൊ നീരിൽ കെട്ടിരിക്കുകയാണ്. ആണോ? മലപ്പാട് കെട്ടിരിക്കുകയാണ്. അവര് ഇത് കാണിക്കും ആൾക്കാരോട്. എത്ര ദിവസമാണ് ഇങ്ങനെ മതപ്പാട്? എത്ര ദിവസം കെട്ടണം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു 3 മാസം സമയമെടുക്കും. 3 മാസം സമയമെടുക്കും നീര് കഴിയുന്നു. ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. നമ്മുടെ രാജയ്ക്ക് മതപ്പാടാണ്. സോ അതുകൊണ്ട് നനപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ അനീഷ് പാപ്പാനും ഗിരീഷ് പാപ്പാനും ചേർന്നാണ് നനപ്പിക്കുന്നത് ആനേനെ. ആശ നല്ല കലിപ്പിലാണ്. ഗൈസ്, നമുക്ക് സുഭദ്ര ചേച്ചി കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ജയശ്രീ ചേച്ചിനെ കിട്ടിയിട്ടുണ്ട്. ജയശ്രീ ചേച്ചി ഇവിടെ സുഭദ്ര അല്ല, സുഗന്ധി ചേച്ചി കഴിഞ്ഞിട്ട് ഇപ്പം ജയശ്രീ ചേച്ചിനെ കിട്ടിയിട്ടുണ്ട്. ജയശ്രീ ചേച്ചി ഇവിടെ എത്ര വർഷമായി ജോലി ചെയ്യുന്നു? ഞാൻ 4 വർഷമായി. 4 വർഷമായി. ഇവിടെ ഇപ്പൊ കാണുന്നത് ഇതൊക്കെ എന്താണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇത് ഗാലറിയാണ്, ആനയുടെ പ്രദർശനം. എന്തോ അതിന്റെ വർക്കൊന്നും ആയിട്ടില്ല. പിന്നെ മ്യൂസിയത്തിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6 മാസത്തിനകത്ത് ഇതിന്റെ ഉദ്ഘാടനം കാണും. 6 മാസത്തിനകത്ത് പണി തീരുമെന്നാണ് നമ്മുടെ ജയശ്രീ ചേച്ചി പറയുന്നത്. അപ്പൊ എന്തായാലും ജയശ്രീ ചേച്ചി കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. കൊണ്ടിരിക്കുന്നത് ആമല കാണിൽ സെറ്റിൽമെന്റിലോട്ട് പോകുന്ന വഴിയാണ്. ഇതുവഴിയാണ്. അപ്പൊ നമുക്ക് പ്രവേശനമില്ല. രണ്ട് പിടിയാന. ഈ 2 പിടിയാനയുടെ പേര് ഒന്നുകൂടെ പറയാമോ? ചെറുതിന്റെ പേര് പൊടിച്ചി എന്നാണ്. അതിന് 10 വയസ്സ് പ്രായമുണ്ട്. വലുതിന്റെ പേര് അമ്മു എന്നാണ്. അമ്മൂന് 23 വയസ്സ് പ്രായമുണ്ട്. പിന്നെ ആ ഗേറ്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആനക്കുട്ടിയുടെ പേര് മിന്ന എന്നാണ്. മിന്നയ്ക്കും 23 വയസ്സ് പ്രായമുണ്ട്. ഓക്കെ. ചേച്ചിയുടെ പേര്? സജിനി. സജിനി ചേച്ചി, താങ്ക് യു. ഈ കാണുന്നതൊക്കെ ക്വാർട്ടേഴ്സ് ആണ്. ഇതിപ്പോൾ കാണുന്നത് കഫറ്റീരിയ ഏരിയ ആണ്. പിന്നെ ഇവിടെ വാഷ് ഏരിയ ഉണ്ട്. പിന്നെ അല്ലാതെ കുറേ ബ്ലോക്സ് ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരുന്ന ഗസ്റ്റിന് റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് ബോട്ടിംഗ് ഏരിയ വരുന്നത്. നല്ല ചൂടായതുകൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഞാൻ രണ്ടുപേരും പരിചയപ്പെടുത്താൻ പോവാണ്. ഒന്ന് ചന്ദ്രൻ ചേട്ടനും ഒന്ന് ആദർശുമാണ്. നമ്മുടെ ഇവിടെ ഈ കൊട്ടവഞ്ചി ഓട്ടിക്കുന്ന
ഇവരില്ലെങ്കിൽ ഈ സാരഥി, അതായത് ഈ സാധനം ഓടത്തില്ല. ഇവരാണ് ഇവരുടെ സാരഥി. ലൈക്ക് രണ്ട് കാര്യം ഇവരോട് ചോദിക്കാം നമുക്ക്. ചന്ദ്രചേട്ടാ, എത്ര വർഷമായി? ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷമാണ് ഇവിടെ. 10 വർഷമായി. അതെ. എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത? ഇവിടെ ഈ വരുന്ന ഗസ്റ്റുകളെയാണ് കൊണ്ടുപോകുന്നത്. കുട്ടവഞ്ചിയിലാണ് യാത്ര ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയും ആക്റ്റീവായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്ന് മാറി മാറി പോകുന്ന ഗൈഡുകളിൽ നിന്ന് പുതിയതായിട്ട് വരുന്നവർക്ക് ട്രെയിനിങ് കൂടെ കൊടുത്ത് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. എത്ര ദിവസത്തെ ട്രെയിനിങ് ആണ്? ഇത് ഒരാഴ്ച വേണം കംപ്ലീറ്റും പൂർത്തിയായിരിക്കാൻ വേണ്ടി. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ മെയിൻലി നീന്തലാണോ? നീന്തലുണ്ട്, കുട്ടവഞ്ചി തുഴച്ചിലുണ്ട്. കുട്ടവഞ്ചി തുഴച്ചിലും ഉണ്ടല്ലേ? അതെ. ഒരാഴ്ചയാണ് ഇതിന്റെ മൊത്തം ആയിട്ടെടുക്കുന്നത്. പിന്നെ നീന്തലും കൂടെ ആകുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ആകുമ്പോ ഒരാഴ്ച. ആദർശം കുഴപ്പമില്ല, പുതിയ ആളാണ്. ആദർശം എത്ര നാളായി? ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് ഇപ്പം 2 ആഴ്ച ആയതുള്ളൂ. 2 ആഴ്ച. ഒരാഴ്ച ഇവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ സാറന്മാര് എല്ലാരും ഇവിടെ വന്ന് പോയിട്ട് വരുമ്പോ ഓക്കെ. എങ്ങനെയുണ്ട്? ആദർശം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നമ്മള് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. പഠിക്കാതെ വരുമ്പോ കൈയൊക്കെ പെയിനൊക്കെ ആവും. പക്ഷെ പഠിച്ചു കഴിയുമ്പോ നമുക്ക് ആ നേക്ക് കിട്ടി കഴിഞ്ഞാൽ എളുപ്പമാണ്, ഈസിയാണ്. എത്ര വെയിറ്റ് ആയിരുന്നാലും നമുക്ക് നൈസ കൊണ്ടുപോയിട്ട് വരാൻ പറ്റും. ആദർശായിരുന്നു നമ്മുടെ സാരഥി ഇന്നത്തെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ആദർശ്. ചേട്ടാ, ഒത്തിരി സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും വരും. താങ്ക് യു. ഇവിടെ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ ഭക്ഷണം കൊണ്ടുവരാതെ വന്നു കഴിഞ്ഞാൽ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാവുന്നതാണ്. ചോറ്, ഊണ് മാത്രമേ ഉള്ളൂ. നല്ല ഊണായിരുന്നു. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. കോഫി, സ്നാക്സ്, പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസും ഉണ്ട്. പിന്നെ എനിക്ക് നിങ്ങളുടെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ മാക്സിമം ബിഫോർ 10 അല്ലെങ്കിൽ ആഫ്റ്റർ 3 നിങ്ങൾ വരിക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വെയിലിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് രക്ഷ നേടാൻ പറ്റും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കുടയെങ്കിലും കരുതുക. ഈ വരുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും പ്രായം ചെന്ന ആന. സോമൻ എന്നാണ് ആനയുടെ പേര്, അല്ലെ ബഷീർക്ക? 84 വയസ്സാണ് അല്ലെ? 84 വയസ്സാണ് ഈ ആനയ്ക്ക്. നിങ്ങൾ എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി? 12 വർഷമായി. 12 വർഷം. ഇതിന്റെ എങ്ങനെയാണ് ഈ പരിചരണം ഈ ആനയുടെ, സോമൻ ആനയുടെ? രാവിലെ 8 മണിക്ക് നടത്താൻ കൊണ്ടുപോകും. 1 മണിക്കൂർ ആനകളെല്ലാം നടത്തും. 9 മണിക്ക് ആറ്റിലിറങ്ങി കുളിപ്പിച്ചിട്ട് 10 മണിയാകുമ്പോൾ അവിടെ നമുക്ക് അവിടെ യാതൊരുണ്ട് ഫുഡ് കൊടുക്കുന്നത്. ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് അവിടെ ഫുഡ് കൊടുത്ത് പിന്നെ അതേ കൂടുതൽ കൊടുത്തിട്ട് ബാക്കിയുള്ള ആനകളെല്ലാം നമ്മൾ കൊണ്ട് കളിച്ചു കൊടുക്കുകയാണ്. അവിടെ തന്നെ 7 കുട്ടിയാനുണ്ട്. അത് ഇതിലേ പോയി അവിടെ ചെല്ലുമ്പോൾ ഓരോ പോയിന്റിലും ഓരോരുത്തരുണ്ട്. അവിടെ 2 ഇവിടെ ഓരോ ആനയ്ക്ക് ഓരോ പോയിന്റിലാണ്. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു ആനയ്ക്ക് 2 പാപ്പാമാരുണ്ട്. ആനയ്ക്ക് പുല്ല് കൊടുക്കുന്നുണ്ട്, രാന്തോല്, അരി, കോയമ്പ്, റൈസ്, തണ്ണി, മത്തങ്ങ, അവല്, കരിക്ക് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അതാണ് ഇനി രാവിലെ കുളിപ്പിച്ചു. ഇപ്പം വെയിലായതുകൊണ്ട് 2 പ്രാവശ്യം തണുപ്പിച്ച് ഇനി 3 നേരത്തെ വീണ്ടും തണുപ്പിച്ച് ഭക്ഷണം കൊടുത്തു വീണ്ടും കെട്ടി പാപ്പാമാർ പോകുന്നുണ്ട്. മതപ്പാട് നോർമലി വരുന്ന സമയം എങ്ങനെയാണ്? നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് മതപ്പാടുണ്ടാകുന്നത്. ഈ സോമനാന ഉൾപ്പെടെ 3 ആനോടെ മതപ്പാടിലാണ്. സോമൻ കുറഞ്ഞു. ഇപ്പൊ ഏറ്റവും കൂടുതൽ മതപ്പാടിൽ നിൽക്കുന്ന ഹരികൃഷ്ണനാണ് ബോട്ടിനോട്. ബോട്ടിന്റെ ഓപ്പോസിറ്റ്. ഇന്നും ഒരു ആന മതപ്പാടിൽ നിൽക്കൊണ്ട് ഇവരൊക്കെ പോയാൽ നമ്മളെ കാണിച്ചു തരും. അത് നമുക്ക് മിണ്ടാതെ പേരെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ചെന്ന് വേറെ കുട്ടിയെ കാണാൻ പറ്റില്ല. നമ്മുടെ മ്യൂസിയത്തിൽ നിന്ന് രാജ്കുമാർ ആനയാണ്. ഇതിനെക്കാളും കാണാൻ നല്ല കലയുള്ള ആനയാണ്. കാണിച്ചു തരാം. അപ്പം ബഷീർക്ക് പറഞ്ഞെന്ന് വെച്ചാല് ഈ ആന 84 വയസ്സ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം ചെന്ന ആനയാണ്. 2016 നമുക്ക് കൊണ്ടുവന്നത്. 2016 കോന്നി എന്നാണ് നമ്മുടെ ഈ സോമനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കോന്നി സോമൻ എന്നാണ് ഈ ആനയെ അറിയപ്പെടുന്നത്. നമുക്കിവിടെ മണിയനാനെ അവിടെ കൊടുത്തപ്പോൾ അവിടെ നിന്ന് പകരം തന്നെയാണ് കോന്നി സോമൻ.
നമ്മുടെ ഇവിടുത്തെ മണിയൻ ആനയെ കൊടുത്തതിന് ശേഷം പകരത്തിന് കിട്ടിയാണ് നമ്മുടെ ഈ സോമനാന. കോന്നി സോമൻ എന്നറിയപ്പെടുന്ന സോമനാന. ഈ കാണുന്ന ആനയാണ് രാജ്കുമാർ, 48 വയസ്സാണ് അല്ലെങ്കിൽ. ഇത് എവിടെ നിന്ന് വന്നാണ്? ഇത് മ്യൂസിയത്തിൽ നിന്നാണ്. ഇവിടെ തന്നെയാണ് ഒറിജിൻ, ട്രിവാൻഡ്രം തന്നെയാണ്. 10 കൊല്ലത്തിലൂടെ മതപ്പാടായിട്ട് അതങ്ങനെ ഇത് രാജ്കുമാർ ഇത് കൊമ്പില്ല മതപ്പാടാണ് ഇങ്ങോട്ട് കെട്ടിയിരിക്കണം. ആരെയും നമ്മളാരെ കാണിക്കാറില്ല. അയ്യന്മാർ സെറ്റ് നമ്മൾ കാണിക്കില്ല. ഭയങ്കര വേറായിരിക്കും. അതാണ് വേണമെല്ലാം അതാണ് സാറിനെ പറഞ്ഞത്. അതിനെ കൂടെ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ നിഷ്പക്ഷമായിട്ട് തന്നെ അതുകൊണ്ടായിരിക്കുകയാണ്. മതപ്പാട് കയറിയിട്ട് എത്ര നാളായിട്ട്? ഇത് 2-3 മാസമായി. ഏകദേശം 4 മാസം വരെ നിൽക്കും മതപ്പാട് വന്ന്. നോർമലി മതപ്പാട് എത്ര? 4 മാസം വരെ. 4 മാസം നിൽക്കും. 3-4 മാസം വരെ. 4 മാസം വരെ. ഓക്കെ. അപ്പം ബഷീർ കേട്ടോ, ഒത്തിരി താങ്ക്സ്. ട്രിവാൻഡ്രം തന്നെയാണ്. നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. നമ്മുടെ അയൽവാസി തന്നെയാണ്. ഇത് നമ്മുടെ ശശിചേട്ടനാണ്. ഏഷ്യയിലെ ഏറ്റവും പ്രായം ചെന്ന സോമന്റെ പാപ്പാനാണ്. ശശിയുടെ എത്ര നാളായി ഇദ്ദേഹത്തിന്റെ കൂടെ? ഞാൻ 2017 മുതൽ. ഇതിനു മുന്നേ ഇവിടെ ഏത് ആനയായിരുന്നു? ഇവിടെ തന്നെ, ഈ ക്യാമ്പിൽ തന്നെ. ഈ ക്യാമ്പിൽ അതിനു മുമ്പ് ഇവിടെ വന്നു. അതിനു മുമ്പ് വെളിയിൽ പ്രൈവറ്റിലായിരുന്നു. ഏത് കൊല്ലത്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് നമ്മുടെ സോമന്റെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ അങ്ങ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പരിധി കൂടെ നമ്മുടെ അടുത്ത് ഇത്രയും ദിവസങ്ങളായതുകൊണ്ട് നമ്മളൊക്കെ ഒരു ഇതില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ഒത്തിരി ദേഷ്യമൊന്നും വലുതായിട്ടൊന്നും കാണിക്കാറില്ല. എന്റെ അടുത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്റെ അടുത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവരൊക്കെ നീര് കാലത്ത് മഴപ്പാട് സമയത്തേ ഉള്ളൂ. അല്ല അവരെല്ലാരും ഓടിക്കുന്നത്. അല്ലെങ്കിലും അവരുടെ അടുത്ത് വലിയ ശല്യമൊന്നുമില്ല. പിന്നെ അതിന്റെ ഇഷ്ടത്തിന് പൊക്കിക്കൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. മറ്റുള്ളവര് അല്ല, എന്റെ അടുത്ത് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും. കൂടുതൽ എന്താണ് പുള്ളിക്കാരന് ഇഷ്ടമല്ലാത്ത ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എങ്ങനെ അദ്ദേഹത്തിന്, അതായത് സോമന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇഷ്ടമല്ലാത്തെന്ന് പറയുമ്പോ ഇവിടെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ഇഷ്ടമല്ലാത്തത്. ചിലരെ ഡ്രസ്സ് കാര്യങ്ങള്, പിന്നെ ഇപ്പം അതിന്റെ രണ്ട് ആഹാരം കിടക്കുകയാണ്, പുല്ല കിടക്കുകയാണ്. ഒരാൾ 1-2 പേര് വന്നു അത് എടുത്ത് ഇട്ട് കൊടുക്കാതെ പോവുകയാണെങ്കിൽ അത് എറിയും. അതൊക്കെയാണ് അതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ആഹാരം ഒത്തോടെ മാത്രമേ ഉള്ളൂ. അത് ഈ പ്രായമുള്ളവർക്ക് അറിയാമല്ലോ, അത് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഇവിടെ കിടക്കുകയാണ്. ഇപ്പൊ നമ്മളാരും ഇല്ല, നിങ്ങളിപ്പോ ഇങ്ങനെ ഇവിടെ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോവാണെങ്കിൽ കറക്റ്റ് എങ്ങനെ എറിഞ്ഞു അത് നിങ്ങളായാലും അത് എടുത്തിട്ട് കൊടുക്കാതെ പോകുന്നത്. ആരാണ് എന്താണെന്നല്ല അത് നോക്കുന്നത്. ആ ആൾ എടുത്തിട്ട് കൊടുക്കാതെ പോയി, അതെന്തുകൊണ്ട് പോയി അതാണ് ചിന്തിക്കുന്നത്. എനിക്ക് ആഹാരം തരാൻ പോയല്ലോ എന്ന് മാത്രമേ. അങ്ങനെ അപ്പൊ അത്രയും ബ്രില്യന്റ് ആണ് നമ്മുടെ ഈ സോമൻ. കടും കളർ ഇഷ്ടമല്ല. കടും കളറൊന്നും ഇഷ്ടമല്ല. വലിയ ചോപ്പ് അങ്ങനെയുള്ള കാര്യം. ഈ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പിള്ളേരെ എറിയും. പിള്ളേരൊക്കെ ദേഹത്തിനും ജീവൻ ഓടിച്ചിരിക്കും. ആണല്ലേ? ഇത് കോന്നിയിൽ നിന്നും വന്ന അങ്ങനെ ഒരു കോന്നി സോമൻ എന്ന ഒരു പേരും ഉണ്ട്. കോന്നി സോമനാണ് യഥാർത്ഥ അവർക്കുള്ള ആനയാണ്. ഇത് 2017 ആന കാട്ടാനെ ഓടിക്കാൻ മൂന്നാറിൽ പോയി. അങ്ങനെ അന്ന് ഡാക്ടറും സാറുമാരും എല്ലാം കൂടെ നേരെ ഇഞ്ഞുകൊണ്ട് ആദ്യം പിന്നെ ആന പോയിട്ടില്ല. കൊമ്പ് ഇതിനെക്കാട്ടി നല്ല നീളം ഉണ്ടായിരുന്നു. നല്ല നീളമാണ്. ഇപ്പൊ മുറിച്ചിട്ട് 1.5 മാസമാവും. 1.5 മാസമായി. 1.5 മാസമാവും എളുപ്പം കൊമ്പ് മുറിച്ചിട്ട്. അപ്പൊ ഒത്തിരി സന്തോഷം ശശിയേട്ടാ, നമ്മുടെ കൂടെ ഈ ചാനലിന് വേണ്ടിയിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷം. ഒത്തിരി വിശന്നിരിക്കുകയാണ് ശശിയേട്ടൻ. ബിക്കോസ് കഴിക്കാൻ പോകാൻ നിന്ന ആളിനെയാണ് ഞാൻ പിടിച്ച് നിർത്തിയത്. ബിക്കോസ് ഇപ്പം ഓൾറെഡി സമയം ഇപ്പൊ ഏകദേശം 2-2:30 ആയി. അപ്പൊ എന്തായാലും നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.